മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് മൈസൂർ കൊട്ടാരത്തെക്കുറിച്ചാണ്. കൊട്ടാരങ്ങളുടെ നഗരത്തിൻ്റെ സ്വന്തം കൊട്ടാരം, അതാണ് മൈസൂർ പാലസ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ നിർമ്മിതിയാണിത്. മൈസൂർ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ കർണാടക സർക്കാരാണ് മേൽനോട്ടം വഹിക്കുന്നത്. 1897 ബ്രിട്ടീഷുകാരനായ ഹെൻറി ഇർവിൻ എന്ന ആർക്കിടെക്റ്റായിരുന്നു ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത്. പഴയ കോട്ടയ്ക്കുള്ളിലെ ആദ്യത്തെ കൊട്ടാരം 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. മരനിർമ്മിതി ആയതിനാൽ പലതവണ അഗ്നിദംശം സംഭവിക്കുകയുണ്ടായി. ഈ പ്രോപ്പർട്ടി മൈസൂർ നഗരത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് കൊട്ടാരത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൊട്ടാരമാകെ വാസ്തുവിദ്യയുടെ അതിപ്രസരമാണ്. നിറച്ചാർത്തുകളും തിളക്കമേറിയ വകകളും കൊണ്ട് ആലങ്കൃതമാണ് ഇവിടുത്തെ ഓരോ ഇഞ്ച് ഭൂമിയും. ഈ കൊട്ടാരത്തെക്കുറിച്ച് പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങുന്ന കാഴ്ചകളല്ല ഇവിടെ ഉള്ളത്. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന കാഴ്ചകളാൽ സമൃദ്ധമാണ് ഇവിടുത്തെ ഓരോ മുക്കുമൂലയും. സൂര്യപ്രകാശ ഭംഗിയിൽ അകത്തളങ്ങളും പുറംഭാഗ ചാർത്തുകളും തിളങ്ങി നിൽക്കുന്നു. കണ്ടതെല്ലാം ഓരോ സഞ്ചാരിക്കും കാഴ്ചക്കാരനും അനുഭവവേദ്യമാണ്. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടുകളിലെ ഈ നിർമ്മാണം അത്ര സുഖാനുഭവമല്ല. കാരണം ഭാരതത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ അത്ഭുത നിർമ്മിതികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ വിദ്യാഭ്യാസവും വിവരവും ഒന്നുമില്ലാതിരുന്ന ഒരു ജനതയെ കൊന്നും ഭീഷണിപ്പെടുത്തിയും പട്ടിണിക്കിട്ടും ദ്രോഹിച്ചും നിർമ്മിതികളിൽ കുരുതികളും ബലിയും നടത്തി ദ്രോഹിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു നിർമ്മിതികളും അത്ര കേമമായി എനിക്ക് തോന്നാറില്ല. അത്യത്ഭുത ശില്പചാതുര്യം ഒക്കെ നല്ലത് തന്നെ. കണ്ണടച്ചു മനസ്സു തുറന്നു കുറച്ചു നേരം അവിടെ ഇരുന്നാൽ കാലടികളിൽ ചോരക്കറ പുരണ്ടേക്കാം, കാറ്റിൽ രക്തഗന്ധം മണത്തേക്കാം, അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ നിന്നും ആർത്തനാദങ്ങൾ എല്ലാം കേൾക്കാം. ഒരു മനുഷ്യജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോ ഭരണാധികാരികളും ഈ രക്തപ്പുഴ നീന്തിക്കടക്കേണ്ടതുണ്ട്. മിനുസമായ തറകൾ പോലെ മിനുസമായിരുന്നില്ല ജനങ്ങളുടെ ജീവിതം. അടിച്ചേൽപ്പിക്കുന്ന നികുതി ഭാരത്തിൽ നടുവൊടിഞ്ഞ ഒരു ജനതയുടെ രക്തമാണ് ഇന്നത്തെ കൊട്ടാരങ്ങൾ. ആഡംബരത്തിൽ ആറാടുന്ന അരജൻ്റെ അടുക്കലെത്തുന്ന അത്താഴപ്പട്ടിണിക്കാരൻ്റെ പേരും ഊരും ഒരിടത്തും കൊത്തിവെക്കപ്പെട്ടിട്ടില്ല. രാജഭരണ സ്വതന്ത്രമായ ഈ ഇടങ്ങൾ നമ്മുടെ സർക്കാരുകൾ ഏറ്റെടുത്തു. അതവർ കറവ പശുവാക്കുന്നു. അമിതമായ പ്രവേശന ഫീസ്, പാർക്കിംഗ് ഫീസ് എല്ലാം വാങ്ങുന്നു. മുതൽ മുടക്കില്ലാത്ത ലാഭം മാത്രം സർക്കാരിന്. എന്തായിരുന്നാലും ഒരു കാര്യം പറയാം, മുൻ നൂറ്റാണ്ടുകളിൽ ഇത്തരം നിർമ്മിതികൾ പണിത വാസ്തുശില്പികളുടെ കഴിവ് അപാരം തന്നെ. ഇന്നത്തെ കാലത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് പണിയാൻ പോലും അറിയാത്ത നമ്മുടെ എഞ്ചിനീയർമാർ ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. നമസ്കാരം മൈ ഡിയർ ഫ്രണ്ട്സ്.